ഞാനൊരു ഫ്രൂട്ട് ജെല്ലി കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇതേപോലെ കട്ട് ചെയ്ത് നിരത്തി വെക്കുക. ഞാൻ സ്ട്രോബെറി, ഓറഞ്ച്, മാംഗോ, ബ്ലൂബെറി ഇത്രയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ വെക്കുക. അതിനുശേഷം അഗർ അഗർ പൗഡർ 6 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിനകത്തേക്ക് ഇടുക. 2 ഗ്രാമിൻ്റെ 3 പാക്കറ്റാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കൂടെ 200 ഗ്രാം പഞ്ചസാര. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മധുരം നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു 60 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 200 ml പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ഓണാക്കി അതിനകത്ത് വെച്ച് നല്ലതായിട്ട് ഇളക്കുക. ഇത് തിളച്ച് നല്ല കുറുകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം ഒരു സ്പൂണ് തിക്കായി കഴിയുമ്പോൾ ഒരു സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണം എന്നില്ല. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പാത്രം നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോഴത്തേക്കത് നല്ല സെറ്റായി റെഡി ആയിരിക്കും. 2 മണിക്കൂറിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ കമത്തി വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ ഫ്രൂട്ട് ജെല്ലി കേക്ക് റെഡിയായി. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ കൂടുതൽ വീഡിയോ ആയിട്ട് കൂടുതൽ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.